അനുദിന ജീവിതത്തിൽ നാം പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് ഹൃദയം. ഹൃദയമുള്ളവൻ, ഹൃദയമില്ലാത്ത പ്രവൃത്തി, ഹൃദയത്തിൽ നിന്നുള്ള പ്രവൃത്തി, ഹൃദയ നിർമ്മലത, ഹൃദയ പരിശുദ്ധി, ഇങ്ങനെ നിരവധി വാക്കുകൾ ഹൃദയവുമായി ബന്ധപ്പെട്ട് നാം ഉപയോഗിക്കാറുണ്ട്. ചില പ്രവർത്തനങ്ങൾ കണ്ടു കഴിയുമ്പോൾ നാം പറയും ഹൃദയമില്ലാത്ത പ്രവൃത്തി. ചില പ്രവർത്തനങ്ങൾ കണ്ടു കഴിയുമ്പോൾ നാം പറയും അവൻ ഹൃദയമുള്ള ഒരു മനുഷ്യനാണ് എന്ന്. കർത്താവും ഹൃദയത്തെക്കുറിച്ച് നിരവധി തവണ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രത്യേകത, കർത്താവ് പറയുമ്പോൾ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉറവിടത്തെക്കുറിച്ചാണ് പറയുക. നാം വിശദീകരിച്ച് പറയുന്നു കർത്താവ് എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉറവിടം, നല്ലത് പറയുക, നല്ലത് പ്രവർത്തിക്കുക എന്നൊക്കെയാണല്ലോ നാം കേട്ടിട്ടുള്ളതും മനസ്സിലാക്കുന്നതും. ഈശോ ഇതിൻ്റെ എല്ലാം ഉറവിടത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മനുഷ്യനെ ശുദ്ധനാക്കുന്നതും അശുദ്ധനാക്കുന്നതും അവൻ്റെ പ്രവർത്തനങ്ങളും സംസാരങ്ങളും മാത്രമല്ല, അതിൻ്റെ ഉറവിടമായ ഹൃദയമാണ്, ഹൃദയഭാവമാണ്, ഹൃദയത്തിൻ്റെ വികാരവും വിചാരങ്ങളും ആണ്. കർത്താവ് പറയുമല്ലോ, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണാനായിട്ടുള്ള നയനം എന്ന് പറയുന്നത് ഹൃദയവിശുദ്ധിയുള്ള ആണ്. സുറിയാനി സഭാപിതാക്കന്മാർ പറയും ഹൃദയ നിർമ്മലതയാണ് പ്രാർത്ഥന. ഷഫ്യൂദ എന്ന് അവർ ഉപയോഗിക്കുന്ന വാക്കിതാണ്. കണ്ണുകൊണ്ട് നോക്കിയാലും കാണില്ല, എന്നാൽ നിർമ്മലമായ ഹൃദയം കൊണ്ട് നോക്കിയാൽ കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാം ഇന്നലെ വിധിയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. വിധി ന്യായാധിപന്മാർ വിധിക്കുന്നത് എന്നതിനേക്കാളുപരി നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ നടത്തുന്ന ചില വിലയിരുത്തലുകൾ പോലും, എന്നാൽ അത് എപ്രകാരമുള്ളതാണ് എന്നതിനേക്കാളുപരി അത് എവിടെ നിന്ന് വരുന്നു എന്നതാണ്. നാം വിധിക്കുന്നത്, നാം അഭിപ്രായങ്ങൾ പറയുന്നത് കാഴ്ചയുടെയും കേൾവിയുടെയും അടിസ്ഥാനത്തിലാണ്. എന്നാൽ കർത്താവ് നമ്മെ വിധിക്കുന്നത് ഹൃദയ വിചാരങ്ങളെ വിലയിരുത്തിയാണ്. ഹൃദയമാണല്ലോ ഉറവിടം നന്മയുടെയും തിന്മയുടെയും. നന്മയായ സത്യസന്ധത, വിശ്വസ്തത, ആത്മാർത്ഥത, സൗഹൃദം, സ്നേഹം, ഇവയുടെ എല്ലാം ഉറവിടം ഹൃദയമാണ്. ഹൃദയത്തിൽ ആർജിച്ചെടുക്കേണ്ട ഭാവമാണ് നിർമ്മലത്വം എന്ന് പറയുക, നിർമ്മലത എന്ന് പറയുക. അതുകൊണ്ട് ഹൃദയ നിർമ്മലതയ്ക്കായിട്ട് ഈ നോമ്പ് കാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് പറഞ്ഞല്ലോ, ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണല്ലോ അധരങ്ങൾ സംസാരിക്കുന്നത്. ഹൃദയം പരിശോധിക്കുന്നവനായ കർത്താവേ എന്നാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ നിർമ്മിക്കുക നാഥ എന്നാണല്ലോ നാം പാടുന്നത്. സുറിയാനി സഭാപിതാക്കന്മാരിൽ ഒരാളായ നിനിവയിലെ വിശുദ്ധ ഇസാക്ക് ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഹൃദയവിശുദ്ധിയാണ് ദൈവത്തിനു മുമ്പിലെ ഏറ്റവും സ്വീകാര്യമായ ഭാവവും പ്രാർത്ഥനയും. അനുദിനം നാം വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അതിൽ നാം കേൾക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ഹൃദയങ്ങളും വിചാരങ്ങളും ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ. ലത്തീൻ കുർബാനയിലെ ആഹ്വാനം ഇങ്ങനെയാണ്, ഹൃദയം കർത്താവിങ്കിലേക്ക് ഉയർത്തുവിൻ. മലങ്കര കുർബാനയിൽ ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നു, നിങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുവിൻ. വിശുദ്ധമായ വിചാരങ്ങളാൽ നിറച്ച് നമ്മുടെ ഹൃദയം ഈശോയിലേക്ക് ഉയർത്താം. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ വൈദികൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. യഥാർത്ഥ വിശ്വാസത്തോടെ ബലിയർപ്പിക്കാനായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഭാവം ഹൃദയ നിർമ്മലതയാണ്. വചന വായനയിലൂടെ ഈ നോമ്പ് കാലത്ത് നമ്മെ തന്നെ വിശുദ്ധമാക്കാം, ഹൃദയത്തെ പരിശുദ്ധമാക്കാം, ഹൃദയത്തെ നിറയ്ക്കാം. 51-ാമത്തെ സങ്കീർത്തനം എന്നും പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് നാം ആലപിക്കുന്നതാണല്ലോ. അവിടെ നാം ഇങ്ങനെ പ്രാർത്ഥിക്കും, സോപ്പാ കൊണ്ട് എന്നെ തളിക്കണമേ, അപ്പോൾ ഞാൻ നിർമ്മലനാകും.
അതിലെന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. അങ്ങയുടെ സന്തോഷം എനിക്ക് നൽകണമേ. അപ്പോൾ ഞാൻ ആനന്ദഭരിതനാകും. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിക്കണമേ. എൻ്റെ തെറ്റുകളെല്ലാം മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അങ്ങയുടെ ചൈതന്യം എൻ്റെ ഉള്ളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ ഒരിക്കലും തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധമായ ചൈതന്യം എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അങ്ങയുടെ ആനന്ദവും രക്ഷയും വീണ്ടും എനിക്ക് തരണമേ. അങ്ങയുടെ സ്തുത്യർഹമായ ചൈതന്യം എന്നെ താങ്ങി നിർത്തട്ടെ. കർത്താവെ, എൻ്റെ അധരങ്ങൾ തുറക്കണമേ. എൻ്റെ വായ് അങ്ങയുടെ സ്തുതികൾ ഉരുവിടട്ടെ. ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാകട്ടെ നമുക്ക് ഉണ്ടാകേണ്ടത്. ഹൃദയത്തിൽ നിന്നുള്ള ഭാവമാകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിഴലിക്കേണ്ടത്. ഹൃദയ നിറവിൽ നിന്ന് നമുക്ക് സംസാരിക്കാം. ഹൃദയം കൊണ്ടാണല്ലോ ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കേണ്ടത്. ഹൃദയം കൊണ്ടാണ് കാണേണ്ടത്. കോർ കും വീസും, ഹൃദയം കൊണ്ട് കാണുന്ന ഭാവം. കുരിശിലെ ഈശോ അവൻ്റെ കണ്ണുകൾ അടഞ്ഞപ്പോഴും അവൻ്റെ അധരങ്ങൾ പൂട്ടപ്പെട്ടപ്പോഴും അവൻ കണ്ടത് തുറക്കപ്പെട്ട ഹൃദയം കൊണ്ടാണ്. ആ ഹൃദയം കൊണ്ട് അവൻ കാണുകയും ഹൃദയത്തിലേക്ക് നമ്മെ സ്വീകരിക്കുകയും ചെയ്തു. വിശുദ്ധമായ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധമായ വാക്കുകൾ പങ്കിടാം. നന്മ നിറഞ്ഞ പ്രവൃത്തികൾ നമുക്ക് നടത്താം. അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ മാത്രം നമ്മിൽ നിന്ന് പുറപ്പെടാൻ, നല്ല പ്രവൃത്തികൾ മാത്രം ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം വിശുദ്ധമാകാൻ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ നോമ്പ് കാലത്ത് ഹൃദയവിശുദ്ധിയുള്ള മനുഷ്യരാകാനും അവനോടൊപ്പം ബലിയർപ്പിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിന് ചേർന്ന ഹൃദയം നമുക്കുണ്ടാകാനും നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ഹൃദയം പോലെ നിർമ്മലമാക്കണമേ എന്നതാണല്ലോ നമ്മുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഫലവത്താകട്ടെ. ഹൃദയം ദൈവാനുഗ്രഹം കൊണ്ട് നിറയാൻ കർത്താവിലേക്ക് തുറന്നിരിക്കുന്ന ഹൃദയം നമുക്കുണ്ടാകട്ടെ. ആ തുറന്ന ഹൃദയത്തിൽ നിന്ന് നല്ല വാക്കുകൾ, നല്ല ചിന്തകൾ, നല്ല പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുമായി നമുക്ക് പങ്കിടാൻ സാധിക്കട്ടെ. ഈ ഹൃദയഭാവം, ഹൃദയ നിർമ്മലത നമുക്ക് ഉണ്ടാകാൻ ഇന്നത്തെ ദിവസം, ഈ വലിയ നോമ്പിലെ വലിയ ഉപവാസ ദിവസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം.